നിങ്ങൾ ആരാണ്? ഞങ്ങളെ ഇവിടെ കുക്കിങ്ങിന് വേണ്ടി വന്നതാണ്. കണ്ടില്ലേ, ഞാനും എന്റെ ടീമും. ആ കോമഡി കാണാനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞാനും എന്റെ ടീമും സ്ട്രോങ് ആ. ശ്വേത ചേച്ചി, ഞങ്ങൾ ഇന്ന് ഒരു കറി ഉണ്ടാക്കാൻ പോവാ. അതായത് കറിയുടെ പേര് കോമഡി മാസ്റ്റേഴ്സ്. എളുപ്പത്തിൽ എങ്ങനെ കോമഡി മാസ്റ്റേഴ്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക്. വെറൈറ്റി ആണ്. സൂപ്പറാണ്. താങ്ക് യു. അപ്പം ആദ്യം എണ്ണ ഒഴിച്ചു വെച്ച് ആളിക്കത്തണത്തിലേക്ക് കുറച്ച് ശ്വേത ചേച്ചി ഇടാം. അതായത് നമ്മൾ ഇതിങ്ങനെ ആക്കുക. ശ്വേത ചേച്ചി വഴഞ്ഞ് വന്നാലേ ആ മണം പിടിച്ച് നമ്മുടെ കറി എണ്ണയിലിടുമ്പോ പൊട്ടിത്തെറിക്കുന്ന ആവശ്യമില്ലാതെ വെറുതെ ഭംഗിക്ക് വെക്കണ ഇലീനൊന്ന് തരുമോ? ഓക്കെ, ഇതിടണം. ഇത് പൊട്ടിത്തെറിക്കും, അത് തെറിച്ചോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അത് വേണമെങ്കിൽ അവിടെ നിൽക്കും. അത് പൊട്ടിത്തെറിക്കുന്ന മാത്രമല്ല ദേഹത്തോട്ട് പടർന്നു കയറും. ഇത് ചിലപ്പോ ഈ കറിയിൽ ഒന്നും ഉണ്ടാവത്തില്ല, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ എല്ലാത്തിന്റെ ലാസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചിടാറുമുണ്ട്. അല്ല, അത് അസ്ഥാനത്ത് കിടന്ന് പൊട്ടും. കറക്റ്റ്. പിന്നെ സ്പെഷ്യൽ ഒക്കേഷനിൽ വരുന്ന തങ്കച്ചൻ ചേട്ടൻ ആരുടെ കയ്യിലാണ്? ഇടയ്ക്കിടയ്ക്ക് അനുചേട്ടൻ ഇടണം, അത് മറന്നു. അതൊക്കെ ഉപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് അനുചേട്ടൻ കൂടിയാലും കുഴപ്പ കുറഞ്ഞാലും കുഴപ്പ. അതിടുമ്പോ ഒരു 12 മണിക്ക് ഇട്ടാ മതി. ഇനി ആ ലാസ്റ്റ് കറിയിന്ന് ഇട്ടിട്ട് കളയാനുള്ള കുട്ടി അഖിലാരുടെ തന്നെ എന്റെ പൊന്നേച്ചി കയ്യിലൊരു സാധനം തന്നു. കറിവേപ്പിലാണോടി? അത് മിക്സിയിൽ അടിച്ചിടണം കേട്ടാ. അല്ല, അത് ഇങ്ങനെ ഇട്ടാലും അങ്ങനെ ഇട്ടാലും കാര്യമൊന്നുമില്ല. പിന്നെ പേരിന് അങ്ങ് ഇടുന്നു. അയ്യോ, നോബിച്ചേട്ടനെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ദൂരമായിട്ടില്ല. അങ്ങനെ ഇല്ലാത്ത ദിവസം നോക്കി ഇത് ചെയ്തത് നന്നായി. നിന്നെ വേവിച്ചില്ലെന്നേരി. നോബിച്ചേട്ടനെ വേവിച്ചിട്ട് ആവശ്യമില്ലാത്ത നെയ്യൊക്കെ പോയതിന് ശേഷം അതെടുത്ത് ഇതിലിടുക. അങ്ങനെയാണ് നോബിച്ചേട്ടൻ ഇടുക. പിന്നെ ഡയാന ഇട്ടാലും ഇട്ടില്ലെങ്കിൽ നമുക്ക് കാര്യമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഡയാന എന്നൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി പിടിക്കും. കാണാൻ നല്ല ഭംഗിയാ ഡയാന, ഇളക്കണം. ഇതെല്ലാം കഴിച്ചിട്ട് ഒരാവശ്യമില്ല. മല്ലിയല്ലേ ശ്രീവിദ്യ, മല്ലിയിലെ വേറൊരു കാര്യമുണ്ട്. സ്പെഷ്യൽ ഒരു മസാലക്കൂട്ടുണ്ട്. കോമഡി മാസ്റ്റേഴ്സിലെ സ്കിറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ, എല്ലാ ആർട്ടിസ്റ്റുകളും, നമ്മളല്ല ബാക്കിയുള്ളവർ, അവരെ ഇട്ടാലേ കാര്യമുള്ളൂ, എന്നാലേ കറിയാവുള്ളൂ. ചേച്ചി എവിടെ സാധനം ഇടാതെയാണ് ഇതെന്ന് പറയുന്നത്. അതെ, അത് കുറച്ച് അധികം ഇടാം. അതെങ്കിലും വെച്ച് പിടിച്ച് നിൽക്കണ്ടേ. ഇനി അടച്ചു വെച്ചോ. പിന്നെ ഉരുകുന്ന നോബിച്ചേട്ടനെ ലാസ്റ്റ് അങ്ങ് വഴറ്റി ഒഴിച്ചാൽ മതി. എന്നിട്ട് തിങ്കളോ ചൊവ്വയോ ബുധനോ രാത്രി 9 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് കറി റെഡി. വാടി, വെൽക്കം. കറിയൊക്കെ ആയില്ലേ? ഇനി ബാക്കിയും കൂടെ കറിയുടെ ടച്ചിങ്സ് ആയിട്ട് ബാക്കി പരിപാടി അവതരിപ്പിച്ചോ. എന്നാ ബാക്കിയുള്ള ഇലീനും കൂടി എടു. ഓക്കെ, ശരി. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ കുക്കിംഗ് ക്ലാസ്? നല്ലതായിരുന്നു. അപ്പം പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ എല്ലാരെയും കോമഡി മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ ഈ ചേച്ചിമാരാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് നമ്മുടെ നാട്ടുകൂട്ടത്തില്. ഈ ചേച്ചിമാരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും പറയണമല്ലോ. നമ്മുടെ പാലക്കാടുള്ള വില്ലേജ് ഫുഡ് കേരള ടീമാണ്. ഇവര് ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ കുക്ക് ചെയ്ത് യൂട്യൂബിലൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരായിരിക്കും. നല്ല നല്ല ഭക്ഷണങ്ങൾ, അതും നാടൻ രീതിയിൽ. നമ്മളൊക്കെ ഇപ്പോഴും മറ്റേ മോഡേൺ രീതിയിൽ ചെയ്യുമ്പോൾ നാടൻ രീതിയിൽ കുക്ക് ചെയ്യുന്ന ചേച്ചിമാരോ അടുക്കളക്കകത്ത് നീ ഞാനോ? ഞങ്ങൾക്ക് പൈസക്ക് വേണ്ടിട്ട് മാത്രമല്ല ഞങ്ങൾ തുടങ്ങിയത്, ഞങ്ങൾക്ക് കുറച്ച് പാവങ്ങളെ സഹായിക്കാനും കൂടെ ഞങ്ങൾക്ക് നല്ല കാര്യം. ശരിക്കും നിങ്ങളുടെ ഇടയിൽ ഏറ്റവും നല്ല കുക്കാരാന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയും നിങ്ങള്? എന്തിനാണ് ഒരു ടീമിനെ എല്ലാരും കൂടി ചേർന്നിട്ടാണ്. എനിക്കൊന്ന് ധന്യക്ക് എന്തോ പറയാനുണ്ട്. പറയാൻ വന്നപ്പോ പെട്ടെന്ന് പിടിച്ചങ്ങ് പിച്ചി. അതിന്റെ ഇടയിൽ ഒരു അടി ഉണ്ടാക്കാനുള്ള പരിപാടി, ഒരു കുത്തിത്തിരിപ്പ്. ഇല്ല, ചേച്ചി പറയാൻ വരികയായിരുന്നു, അപ്പൊ ചേച്ചി പിടിച്ചങ്ങ് അമ്മക്കില്ലേ. ഇതിലേറ്റവും കൂടുതൽ തെറ്റിക്കുന്ന ആരാന്നാ പറ? അങ്ങനെ ഡയലോഗ് തെറ്റിക്കുക, അല്ലെങ്കിൽ കറിയില് അല്പം എന്തെങ്കിലും. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഡയലോഗ് തെറ്റിക്കാൻ അവർക്ക് ഒരു വാക്കല്ലേ ഉള്ളൂ. ഇവിടെ വന്നാലും ഓരോ വാക്കുകൾ ഇടാന്നുള്ള സംഭവം. ചാനലിൽ ചെയ്യുന്ന സമയത്തും അത് തന്നെ. കരിവേപ്പില ഒരാള്, ഉപ്പ് ഒരാള്, മുളക് ഒരാള്, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ വലിയ ഒരുപാട് ഡയലോഗ് ഇല്ലല്ലോ തെറ്റിക്കാൻ. കുക്ക് ചെയ്തതിൽ ഏറ്റവും സമയം എടുത്ത് ചെയ്യുന്ന സാധനം എന്നായിരിക്കും? ബീഫ് കറി വെക്കുമ്പോ കുറച്ച് സമയം എടുക്കും. ബീഫ് വേവ ഞങ്ങൾ വന്നിട്ട് കുക്കറിൽ അങ്ങനെയൊന്നും വെക്കില്ല, ഞങ്ങളെല്ലാം അടുപ്പിൽ തന്നെ വെക്കുന്നത്. ഭയങ്കര ഞാൻ കുറച്ചേരത്തേക്ക് മിണ്ടത്തില്ല, വായിൽ വെള്ളം നിറഞ്ഞിട്ട് മിണ്ടാൻ പറ്റും. ശരിയാ.